എന്താ ഹരിയേട്ടാ? സൂരജ് എവിടെ? മുറിയിലുണ്ടല്ലോ. സൂരജേ, എന്താ? ബീനയുടെ മാല ആരാ എടുത്തത്? ഞാൻ എങ്ങനെ അറിയാനാ? സത്യം പറയ സൂരജേ, നിനക്കറിയില്ലേ? എന്താ ഹരിയേട്ടാ ഇത്? അവൻ എന്തിനാ എന്റെ മാല എടുക്കുന്നേ? ഇത് അന്ന് ഹരിയേട്ടൻ ചോദിച്ചതല്ലേ? ഇതിന്റെ പേരിൽ സംസാരം ഉണ്ടായതല്ലേ? വീണ്ടും അതേ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന എന്തിനാ? ഇതിൽ വഴക്കും ബഹളമൊന്നുമില്ല. എല്ലാ തെളിവുകളോടും കൂടിയാ ഞാനീ ചോദിക്കുന്നത്. സൂരജ് ഇനിയും സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവന്റെ കാര്യത്തിൽ ഇടപെടില്ല. തെറ്റ് ചെയ്തവർ അതിന്റെ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ അത് അനുഭവിക്കട്ടെന്ന് വെക്കും. സത്യം പറ, എന്തിനാ നീ ബീനയുടെ മാല എടുത്തത്? ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും നീ ആ കാര്യം പറയാതിരുന്നത് എന്താ? ഹരിയച്ചൻ എന്തൊക്കെ അനാവശ്യങ്ങളാ ഈ പറയുന്നത്? വേണ്ട സൂരജെ, വെറുതെ കള്ളം പറയാൻ ശ്രമിക്കണ്ട. നീ ആ മാല എടുത്തൊരു പ്രൈവറ്റ് ഫിനാൻസിൽ പണയം വെച്ചില്ലേ? ഞാനോ? അതെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അത് ഞാനൊരു അത്യാവശ്യത്തിന് പണയം വെച്ചതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഇവിടെ ആ മാല പോയതിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആരോടൊക്കെ വിളിച്ചു ചോദിച്ചു. നീയാണ് അത് എടുത്തതെന്ന് ഹരിയേട്ടൻ പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ നിനക്ക് വേണ്ടി ഞാൻ വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞെങ്കിലും ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ തകർന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം നീ ചോദിക്കുന്ന പണം ഞാൻ തരാറില്ലേ? അവസാനം നീ തന്നെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോടാ. സൂരജനെ തിരക്കി ഇപ്പൊ പോലീസ് വന്നിരുന്നു. അയാളാണ് എന്നോട് വിവരം പറഞ്ഞത്. അല്ല, പണയം വെച്ചതിനെന്തിനാ പോലീസുകാർ തിരക്കി വരുന്നത്? പൈസ കൊടുക്കുമ്പോ മാല തിരിച്ചു തരില്ലേ? അല്ലെങ്കിൽ തന്നെ അത് ഈടല്ലേ? നമ്മൾ ആ പണം തിരിച്ചു കൊടുക്കൂന്നുള്ള ഉറപ്പല്ലേ ആ മാല? ആ മാല സ്വർണമല്ല, അത് മുക്കുവണ്ടമാണ്. ആ മാല റോൾഡ് ഗോൾഡാണോ അമ്മേ? അമ്മ എന്താ അത് പറയായിരുന്നേ? അതിന് നീ അത് എടുത്തെന്നോ പണയം വെച്ചെന്നോ എനിക്കറിയില്ലല്ലോ. ഒരു റോൾഡ് ഗോൾഡിന്റെ മാല കാണാതെ പോയതിന് ബീന എന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? മനോജിന്റെ വീട്ടിലേക്ക് വരെ ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ? അത് സന്ദീപേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നതാണെന്നും സന്ദീപേട്ടന്റെ ഓർമ്മയ്ക്കായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണെന്നും അല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് ഗോൾഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് ഗോൾഡ് അല്ലാത്തത് കൊണ്ടാണ് ഞാനത് മറ്റ് ആഭരണങ്ങൾക്കൊപ്പം വെക്കാതെ ഒരു സെപ്പറേറ്റ് ബോക്സിലിട്ട് വെച്ചത്. ആ മാല എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. ആ, ഇനിയിപ്പോ രണ്ടുപേരും കൂടെ കേസ് തീർത്തോളൂ. ആ ഫിനാൻസുകാർ സൂരജിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ അകത്താവും. ഇവൻ തന്നെയാവും എടുത്തതെന്ന് ബീനയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ. അപ്പൊ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കണം. സൂരജ് ഇപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് വരെ മോഷ്ടിക്കാൻ തുടങ്ങി. എന്നാണ് നാട്ടുകാർ ഓടിച്ചിട്ട് പിടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ മോഷണവും നടത്തിയിട്ടില്ല. പിന്നെ ഈ ചെയ്തതിന് എന്താ പറയാ? എന്റെ അമ്മയുടെ മാല ഒരു അത്യാവശ്യത്തിന് ഞാൻ എടുത്തു. അത് നീ പറഞ്ഞിട്ടാണോ എടുത്തത്? അല്ല. ആ, പറയാതെയും അറിയാതെയും എടുക്കുന്നതിനാ മോഷണം എന്ന് പറയുന്നത്. ഒരിക്കൽ മോഷണത്തിന്റെ രുചി അറിഞ്ഞവൻ വീണ്ടും വീണ്ടും അത് ചെയ്യും. ദേ, ഇത് ഇതോടെ നിർത്തിയില്ലെങ്കിൽ നിന്റെ ജന്മം അവസാനിക്കുന്നത് ജയിലിലായിരിക്കും. നിർത്ത്. കുറെ നേരമായിട്ട് എന്നെ മോഷ്ടാവാക്കി സംസാരിക്കുന്നു. എന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അമ്മയുടെ ഒരു മാല എടുത്തതിന് എന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇങ്ങനെയൊന്ന് തർക്കിക്കാൻ എന്ത് അർഹതയാണ് നിനക്കുള്ളത്? ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പൊ മോഷണത്തിനും തട്ടിപ്പിനും ആ കേസ് വരാൻ പോകുന്നത്. ഞാൻ രക്ഷിക്കുന്നു കരുതി ആരും ഇരിക്കണ്ട. അല്ലെങ്കിലും അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. എന്നെ ആരും രക്ഷിക്കാനും വരണ്ട. ഞാൻ ജയിലിൽ കിടന്നോളാം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? അമ്മയെ എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. അതിന്റെ പേരും പറഞ്ഞ് ആരും ആളാവാനും വരണ്ട. നീ കണ്ടല്ലോ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധമോ വിഷമമോ ഒന്നും ഇല്ലാന്ന് മാത്രമല്ല, അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല.